ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു അടിപൊളി കിടക്കാശൊരു ടിപ്പൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ദോശയായിരുന്നു നമ്മുടെ വീട്ടിൽ. ദോശയും സാമ്പാറുമായിരുന്നു. അപ്പോഴേ അതിനകത്തുനിന്ന് കുറച്ച് മാവങ്ങ് അടിച്ചു മാറ്റി ഇത് അടച്ച് വെച്ചിരുന്നേ കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ കളിയാണ് ഇന്നിവിടെ നടക്കുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നതാണ്. അപ്പോഴറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവരും ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓരോരോ ടിപ്പുകളൊക്കെ ചെയ്ത് നമ്മുടെ മുഖം വികൃതമായിരിക്കും. നമ്മുടെ മുഖമൊക്കെ സുന്ദരമാക്കണ്ടേ. അടുത്തത് നമ്മളിതേ തൈരുകുട്ടനെയാണ്. വെള്ളപാത്രമായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലേ. ഇതേ തൈരുകുട്ടൻ കിടപ്പുണ്ട്. നല്ല കട്ട തൈര്. പിന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയൊക്കെ മതി. ഏകദേശം തീരാറാക്കി എൻ്റെ മഞ്ഞപ്പൊടി. നമുക്ക് ഇവരെ 3 പേരെയും കൂടെ മിക്സ് ചെയ്ത് മാറ്റിയിടാം കേട്ടോ. ഒരു 15 മിനിറ്റൊക്കെ ഈ ചാടിപ്പോകുന്നു നമ്മുടെ മഞ്ഞപ്പൊടിയൊക്കെ. ഒരു പിഞ്ച് ഒരു നുള്ളതൊക്കെ പറയത്തില്ലേ. ഞാൻ ഒരുപാടങ്ങ് മഞ്ഞപ്പൊടി എടുക്കത്തില്ല. കുറച്ച് അത്രയും മതി. വീട്ടിലൊക്കെ ഉണക്കി സൂക്ഷിച്ചോളൂ കേട്ടോ മഞ്ഞപ്പൊടി. നമുക്ക് കവറിൽ ഒന്നും വാങ്ങിക്കേണ്ട കേട്ടോ. വീട്ടിൽ തന്നെ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ പന്നിയാണ് നമ്മുടെ ഇവിടെയൊക്കെ. പന്നി ഇഷ്ടം പോലെ പന്നികൾ. ഒരു വക. ഇന്ന് രാവിലെ ചെന്നപ്പോൾ നമ്മുടെ ചേമ്പ് മൊത്തം പൊക്കി. ചേമ്പല്ല, ചേന മൊത്തം പൊക്കിക്കൊണ്ടുപോയി. ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് വീഡിയോ ഇട്ടായിരുന്നു. പക്ഷെ അത് മൊത്തം കൊണ്ടുപോയി കൂട്ടുകാരെ. അവന്മാരത് മൊത്തം കൊണ്ടുപോയി. ഇത് നമ്മൾ ദോശമാവാണ്. ഇത് നമുക്ക് വെച്ചേക്കാം. നാളെ പെരട്ടാം കേട്ടോ. ഇതേ അങ്ങോട്ട് മിക്സ് ചെയ്യുക. അതാകുമ്പോൾ ചെറിയ ടിന്നാണല്ലോ. അപ്പോൾ നമുക്കങ്ങ് അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് എടുത്തിട്ടേ അടച്ച് വയ്ക്കാം. ഇങ്ങനെ ഉണ്ടെങ്കിൽ ബുദ്ധി ഫ്രിഡ്ജിനകത്ത് ഒതുങ്ങി ഒരു മൂലയിൽ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്ത് മുഖത്തിടുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ നിങ്ങൾ? ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാവെടുത്ത് അവിടെ ദോശയും ചൂടാം. 1 സ്പൂൺ മാവെടുത്ത് അങ്ങോട്ട് ഇട്ടോളൂ. നമുക്ക് നമ്മളിപ്പം വീഡിയോ എടുക്കുന്നതുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വന്നിരുന്നങ്ങ് ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ നിന്ന് ഇതൊക്കെ ചെയ്യാം കേട്ടോ. ഒത്തിരി സമയമൊന്നും വേണ്ട ഇതൊന്നും ചെയ്യുന്നതിന് കേട്ടോ. നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം. മുഖം നന്നായിട്ട് കഴുകി ഞാൻ കുളിച്ചിട്ട് വന്നിരിക്കും കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ. ഫോൺ വരുന്നെന്തോന്നേ എൻ്റെ മൊബൈലിനകത്തെ. അല്ലെങ്കിൽ തന്നെ പൊട്ട ഫോണിനകത്ത് മൊബൈലൊന്നും പിന്നെ ബെല്ല പോലും കേൾക്കുന്നില്ല. എന്തോ പറയണം. ഇതും കൊണ്ടൊന്നും നിൽക്കുന്നില്ല കൂട്ടുകാരി. അയ്യോ വേണ്ട. എനിക്ക് വലിയ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ മതി. ഇവിടെ വരെയൊക്കെ നമ്മളെ എത്തിച്ചു തന്നത് ദൈവനാണ്. അല്ല, ആദ്യം വേറെ ഫോണായിരുന്നു. അത് ഭിന്നമായി പോയി. പിന്നെ ഞാൻ വാങ്ങിച്ചു. അതായത് കേട്ടോ, ആ ഫോൺ പിന്നെ മോക്കം കൊടുത്തു. ഇതിപ്പോൾ 3-4 വർഷമായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചോട്ടെ. വാട്സപ്പ് ഉണ്ടല്ലോ, അങ്ങോട്ട് വോയിസ് മെസ്സേജ് അങ്ങോട്ട് ഇട്ടോളൂ. സൂപ്പ് തിരികെ വരുന്നതാണ്. ആരൊക്കെ ഇരുന്ന് ചറവറാന്ന് എനിക്ക് വോയിസ് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഇന്ന് ബില്ലടയ്ക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് നമുക്ക് നെറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല. പൈസ അടച്ചില്ല. അതുകൊണ്ട് ഞാനിരുന്ന് കുത്തിപ്പറിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരുപാട് മഞ്ഞപ്പൊടി, എനിക്ക് ഇത്ര മതി, ഇത്ര ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് മഞ്ഞൾ അങ്ങ് മുഖത്തിട്ടാലേ അങ്ങ് ഭയങ്കര മഞ്ഞൾ എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ പള്ളി പ്രാർത്ഥന നടക്കുന്നു. സുപ്പ് ഇവിടെ പാർലറിൽ ഇത് പാക്കിടുക കേട്ടോ. എൻ്റെ കാര്യം പറയും, ഞങ്ങളുടെ കാര്യം പറയും. ഇങ്ങനെ ദോശമാവിനും കളയരുത്. ഉഴുത് മാത്രമാണെങ്കിലും കുറച്ച് കുതിർത്ത് അരച്ച് മുഖത്തിട്ടോളൂ. സൂപ്പറാണ്, കിടുവാണ്. പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നല്ല വെയിൽ കാണുന്നു. ഇന്നലെ ഇതേപോലെ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മഴ പെയ്തു. ചാടി ഓടി അത് പോയി എടുത്തു. പിന്നെ ഒത്തിരി സമയം കഴിഞ്ഞ ബാക്കി വീഡിയോ ഞാൻ എടുത്തത് കേട്ടോ. അതിൻ്റെ പുറകെ പോയി. ഇന്ന് നല്ല വെയിൽ. ഇന്ന് കുറച്ച് മറക്കി ഇട്ടിട്ടാണ് കുത്തിയിരിക്കുന്നത്. എന്നും ചെയ്യാൻ നോക്കണം കേട്ടോ.
പറഞ്ഞ് കഥയും പറഞ്ഞത് നമ്മുടെ പായ്ക്കൊക്കെ തീർന്നു. ഇനി നമുക്കൊരു 15 മിനിറ്റ് 15 ആരും വരാതിരുന്ന ഭാഗ്യം. നമ്മുടെ സരസ്വനെ ഇങ്ങനെ കാണാൻ ആൾക്കാർ വരും കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ അയ്യോ എൻ്റെ ദൈവം ഇങ്ങനെങ്ങാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലേ നാളക്കേടയില്ലേ ഉള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ തേച്ച് ഉഴുന്ന് നന്നായിട്ട് ചേർത്ത ദോശമാവ് കേട്ടോ. ഉഴുന്ന് മാത്രമായാലും നമുക്ക് ഇതിന് ചെയ്യാം കേട്ടോ. നമ്മുടെ ടാനൊക്കെ അടിച്ചിരിക്കുന്ന മുഖമൊക്കെ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ. അപ്പോഴും നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് സൂപ്പ് കഴുകിയിട്ടൊക്കെ വരാം കേട്ടോ. അങ്ങനെ ഇരിക്കും. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇച്ചിരി നേരം നമുക്ക് വെറുതെ ഇരിക്കാം കേട്ടോ. അപ്പോഴിതാ നമ്മുടെ ദോശമാവിൻ്റെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ അടിപൊളിയായിട്ട് കഴുകിയിട്ടൊക്കെ വന്നു. അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ മഴയാണ് കൂട്ടുകാരി. ഞാൻ എപ്പം പായ്ക്കിട്ട് കഴുകി വന്നാലും അപ്പോഴും മഴയാണ്. രാവിലെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഇപ്പം ഭയങ്കരമായ മഴ പെയ്യുന്നു. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കാം. ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. സൂപ്പർ കിടു റിസൾട്ടാണ്. ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു സ്പൂണ് മാവ് മതി കേട്ടോ. ബാക്കി നമ്മൾ തൈരും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ടാൽ മതി. സൂപ്പർ കിടുവാണ്. മഴ ശക്തി പ്രാപിക്കണം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ. ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ സൂപ്പർ കിടുക്കാച്ച് റിസൾട്ടാണ്. ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ മിക്സി അടിച്ചു മാറ്റി എന്തായാലും വേറെ ബാക്കി നമ്മൾ ഉച്ചയ്ക്കോ അത് കഴിഞ്ഞോ ഒക്കെ ഇടുമെങ്കിലും ദോശമാവ് ഇരിപ്പുണ്ടെങ്കിൽ കുറച്ച് രാവിലെ ഇങ്ങനെ കുറച്ച് ഞാൻ തേക്കും കേട്ടോ. നമുക്ക് പാലുമായിട്ട് മിക്സ് ചെയ്താൽ അങ്ങനെയും നല്ലതാണ് കേട്ടോ. തൈരോ പാലോ ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായെങ്കിൽ ചെയ്യുന്നവരായിരിക്കാം. എല്ലാവരും ചെയ്യുന്നവരായിരിക്കാം. എന്തൊന്നും അറിയാത്തവരാരും കാണത്തില്ല കേട്ടോ. അപ്പോൾ സൂപ്പ് ചെയ്തതൊന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ നല്ല വിശേഷങ്ങളും കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം. മഴ പെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കാക്ക വരെ നനഞ്ഞിറങ്ങി അപ്പോഴും മഴ തോരത്തില്ലെന്ന് അർത്ഥം. അങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ പറയുന്നത്. ഇപ്പോഴുള്ള നമ്മൾ അതിന് പറയും കാക്ക നനഞ്ഞിറങ്ങിയാൽ അന്ന് മഴ തോരത്തില്ലെന്നാണ്. അറിയത്തില്ല, തിരിച്ചെങ്ങാണോ ആയ എന്നെ അടുത്തായിരിക്കുമല്ലേ.